രാവിലെ ഞാൻ കണ്ടതാ ഏണിയായിട്ട് പോകുന്നത്. പണിയുണ്ടെന്ന് പറയുകയും ചെയ്തു. ഇനി ഭ്രാന്താശുപത്രിയിൽ നിന്ന് അന്വേഷിച്ചു വന്നവരുടെ കയ്യിലെങ്ങാനും പെട്ടതാണോ? ഓ, ആരന്വേഷിച്ചു വരാൻ? വൈകുന്നേരം ഒരു സ്മാളുമായിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാ. ഈ രാത്രി പെയിന്റിംഗ് ഉണ്ടാവും? രാത്രി പെയിന്റിംഗ് ഉണ്ടാവും, പക്ഷെ പകലേ അറിയാൻ പറ്റുന്ന രാത്രി ചെയ്യുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തനെ കാണാണ്ടാവൂന്ന്. ചുമാരി, പണി തീർന്നു കാണില്ല, അതായിരിക്കും. പണി തീരും. നിന്നെ അന്വേഷിച്ച് ഞങ്ങൾ കുറച്ച് നടന്നതാ. ഇനി നീ അവനെ അന്വേഷിച്ച് കുറച്ച് നടക്ക്. നമുക്കൊരു കാര്യം ചെയ്യാം. ആ. കഴിക്കാം. എടാ, ഭക്ഷണം കഴിക്കുന്ന കാര്യാ പറഞ്ഞേ. മനസ്സിലായില്ല. നീ എവിടെയായിരുന്നു? ഇന്നലെ മുഴുവൻ ഞങ്ങൾ തിരക്കി. ഏത് ബെന്നി? തമാശകളാ. നീ ഇവളുടെ കൂടെ ആയിരുന്നു ഇന്നലെ. ഇത് വലിയ ശല്യമായല്ലോ. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ബെന്നി, ഇത് നിന്റെ ഫ്രണ്ടാ, വേണു. നെടുമുടി വേണുവാണോ? നിനക്കെന്നെ അറിയില്ലല്ലേ? നിന്നെ ഞാൻ ബെന്നി, ലിസൺ മീ. ഒരു ലിസണും ഇല്ല. കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരനായി പോയെന്ന് വെച്ച് പെണ്ണുങ്ങൾ ഇങ്ങനെ തുടങ്ങിയാലോ? എടാ, നിനക്ക് എന്ത് പറ്റി? നേരെ മെടുത്തമ്മ ഇവളായിരുന്നു. ഇപ്പൊ വേറൊരുത്തം വന്നിരിക്കുന്നു. ബെന്നിയാണോ? സെൻസ്ലെസ് കൺട്രീസ്. ഇന്നലെ ഒരു പോലീസുകാരൻ തലയ്ക്കൊരു അടി കൊടുത്തു. അതി പിന്നെ ഇങ്ങനെ എല്ലാം മറന്നുപോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. എടാ ബെന്നി, നിനക്ക് എന്നെ ഓർമ്മയില്ലേ? കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും നമ്മൾ നാലുപേരും കൂടെ ഒരുമിച്ച് പാട്ടിന്റെ പാലാഴി തീർത്ത. നിനക്കൊന്നും ഓർമ്മയില്ലേ? തവളേ. കൊള്ളാം. ഒരു തുണി വിരിച്ച് അങ്ങോട്ടിരുന്ന് പാടിക്കഴിഞ്ഞാ വൈകുന്നേരം ഞമ്മത്തിനുള്ള കാശ് കിട്ടും. എന്നെ ഒന്ന് വിട്ടേരിട്ട. അയ്യോ, അത് രക്ഷയില്ല. മറ്റേ പാട്ട് നോക്കാം. ഗാനലോല വീതികളിൽ വേണു. നമ്മൾ ഒരുമിച്ച് ഭ്രാന്താശുപത്രിയില്. ഭ്രാന്തനാണല്ലേ? ഇങ്ങനെ കറങ്ങി നടക്കരുത്, ആളുകളെ ശല്യപ്പെടുത്താൻ. പോയി ഭ്രാന്താശുപത്രി കിടക്കണം. എടാ, എനിക്ക് മാത്രമല്ല നിനക്കുണ്ട് പട്ട്. എന്റെ ഈശോയെ, ഞാൻ എന്ത് തെറ്റ് ചെയ്ത് എന്നെ ഇങ്ങനെ പരീക്ഷിക്കാൻ? എടാ, അറിയാ വേണു, നീ എന്തിനാ കരയുന്നത്? ലീനയുണ്ടോ? അല്ല, നമ്മളെന്തിനാ ഇവിടെ ഇരിക്കുന്നത്? എടാ, നീ കുറെ നേരമായിട്ട് ഞങ്ങളായിട്ട് വെള്ളം കുടിപ്പിച്ചു കളഞ്ഞില്ലേ? ഏത് വെള്ളം? വീണ്ടും എല്ലാം മറന്നു പോകും. കുഴപ്പമില്ല, ചില സമയത്ത് ഇവൻ ഓവറാവും. വേണു, റിലാക്സ് റിലാക്സ്. പോവാം, ബാ ബാ, റിലാക്സ്. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. എന്റെ വീടിന്റെ അടുത്തൊരു പെണ്ണിന്റെ തലയിൽ തേങ്ങ വീണു. അവളെല്ലാം മറന്നുപോയി, സ്വന്തം കാമുകനെ പോലും. പിന്നെ ഇത് അത് ബസ് മറിഞ്ഞപ്പോ അതിനകത്തുണ്ടായിരുന്ന പെണ്ണല്ലേ എല്ലാം മറന്നുപോയത്? അതൊക്കെ സിനിമയിൽ. ഇന്നലെ ഇത് തേങ്ങ വീണിട്ടാ. അവളെ കാമുകനെ മറന്നിട്ട് വേറൊരുത്തനെ കല്യാണം കഴിച്ചു. ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് അവളുടെ തലയെ ഒരു വെള്ളക്കാ വീണു. അപ്പോൾ അവൾക്ക് കാമുകനെ ഓർമ്മ വന്നു. അവൾ അവന്റെ കൂടെ കുളിച്ചോടി. ലീന പറഞ്ഞത് ഈ അസുഖത്തിന്റെ പേര് ജിംനേഷ്യം. ജിംനേഷ്യം അല്ല, മഗ്നീഷ്യം. പിന്നെ എനിക്കിവിടെ ചെറിയ പണി വല്ലതും കിട്ടുമോ? വലിയ ബുദ്ധിമുട്ടില്ലാത്ത. പിന്നെ എനിക്കിവിടെ ചെറിയ പണി വല്ലതും കിട്ടുമോ? വലിയ ബുദ്ധിമുട്ടില്ലാത്തത്. ബുദ്ധിമുട്ടില്ലാത്ത പണി പാട്ട് പാടുന്നതാണ്. കേൾക്കുന്നവർക്ക് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. ചെറിയ പണിയാലും മതി, വല്ല നെട്ട് മുറുക്കലോ മറ്റോ. നിന്നെ ഇവിടെ പണിക്ക് നിർത്തിയാൽ പിന്നെ എനിക്ക് പണിയാവും. നീ ഒരു കലാകാരനല്ലേ, ഗായകനല്ലേ? ആ വഴിക്ക് ചിന്തിക്ക്. ഇവിടെ വെച്ച് വേണ്ട, റോഡിൽ ഇറങ്ങിയിട്ട് മതി. കേടായി കിടക്കുന്ന കാറുകളൊക്കെ സ്റ്റാർട്ട് ആവും. എന്തിനു പാഴ്ശ്രുതി നീട്ടുവതേ ചതിച്ചു. അമ്മാവൻ വരുന്നത് ചോദിച്ചാ എന്നെ കണ്ടില്ലെന്ന് പറഞ്ഞേരാ. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. നിങ്ങൾ അന്വേഷിച്ച് തന്നെ ഞാൻ ഇറങ്ങിയത്. വട്ടാശുപത്രി പോയിരുന്നു. അപ്പോഴാ അറിഞ്ഞത് നിങ്ങൾ അവിടുന്ന് ചാടിയ വിവരം. ഏതായാലും നന്നായി. എവിടെ നമ്മുടെ മരുമകൻ? മരുമകനോ? ബെന്നിയെ